ഇന്ത്യയിൽ നിന്നും റഷ്യ ഇന്ധനം ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. റഷ്യയുടെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആവർത്തിച്ചുള്ള യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്നുകൊണ്ട് രാജ്യത്തുടനീളം ഇന്ധന ക്ഷാമം വർദ്ധിച്ചതിനാലാണ് റഷ്യക്ക് ഇത്തരം ഒരു ഗതികേട് ഉണ്ടായിരിക്കുന്നത്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഒരു കാലത്ത് ലോകത്തിന് ഇന്ധനം നൽകിയ റഷ്യ ഇന്ന് ഇന്ത്യയിൽ നിന്ന് പെട്രോൾ വാങ്ങുന്നു. യുക്രൈൻ ആക്രമണങ്ങൾ റഷ്യയുടെ ഊർജ്ജ മേഖലയെ കനത്ത സമ്മർദ്ദത്തിലാക്കിയതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. യുക്രൈൻ തുടർച്ചയായി തന്നെ റഷ്യയുടെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പോലും നേരെ വലിയ രീതിയിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയാണ്. ഇതേ തുടർന്ന് രാജ്യത്ത് വ്യാപക ഇന്ധനക്ഷാമം രൂപപ്പെട്ടതോടെയാണ് ഈ ഒരു അപൂർവ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് കടൽ മാർഗം റഷ്യയിലേക്ക് ഗാസോലിൻ കയറ്റുമതി ചെയ്യുന്നതായി ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. കുറഞ്ഞത് 60,000 മെട്രിക് ടൺ ഗ്യാസോലിൻ ഇന്ത്യയിൽ നിന്ന് അയച്ചതായും അതുപോലെ തന്നെ 30,000 മുതൽ 40,000 ടൺ വരെ ശേഷിയുള്ള 2 ടാങ്കറുകൾ ഇതിനോടകം തന്നെ റഷ്യയിലേക്ക് പുറപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു. റഷ്യയുടെ വിവിധ മേഖലകളിൽ പെട്രോൾ പമ്പുകൾക്ക് മുന്നിൽ നീണ്ട വാഹന നിരകൾ, ഇന്ധന റേഷനിങ്, അതേപോലെ റെക്കോർഡിംഗ്, വിലക്കയറ്റം എന്നിവ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഈ വിതരണം നിർണായകമാകുന്നത്. രാജ്യത്തെ 11 സമയ മേഖലകളിലായി തന്നെ ഇന്ധന വിതരണം നിലനിർത്താൻ റഷ്യ കടുത്ത സമ്മർദ്ദം നേരിടുകയാണ്. റഷ്യ വർഷങ്ങളായി തന്നെ ലോകത്തിന് ഇന്ധനം കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണെങ്കിൽ പോലും ആഭ്യന്തര വിതരണ പ്രതിസന്ധി മറികടക്കാൻ ഇപ്പോൾ വിദേശ രാജ്യങ്ങളുടെ സഹായം തേടേണ്ടി വന്നത് ആഗോള ഊർജ്ജ വിപണിയിലെ ശ്രദ്ധേയമായ വഴിത്തിരിവ് തന്നെയാണ്. റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലകളെയും ഊർജ്ജ സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് മാസങ്ങളായി തന്നെ യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് ഇന്ധനക്ഷാമം ഉണ്ടായത്. ആക്രമണങ്ങൾ എണ്ണ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയും ആഭ്യന്തര ഇന്ധന വിതരണം കുറയ്ക്കുകയും ചെയ്തു. റഷ്യയുടെ വിശാലമായ പ്രദേശങ്ങളിൽ ഉടനീളം തന്നെ ഇപ്പോൾ അതിന്റെ ആഘാതം അനുഭവപ്പെടുന്നുണ്ട്. നിരവധി പ്രദേശങ്ങളിൽ നിന്നും റിപ്പോർട്ടുകൾ ഇന്ധന റേഷനിങ്, അതേപോലെ തന്നെ ഫില്ലിംഗ് സ്റ്റേഷനുകളിലെ നീണ്ട ക്യൂകൾ, പെട്രോൾ വിലയിലെ റെക്കോർഡ് വില വർധനവ് എന്നിവയെ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. വേനൽക്കാലത്ത് ഡിമാൻഡ് സാധാരണയായി ഏറ്റവും കൂടുതലാകുമ്പോൾ റഷ്യ പ്രതിദിനം 110,000-ലധികം മെട്രിക് ടണ്ണിലധികം ഗ്യാസോലിൻ ഉപയോഗിക്കുന്നുണ്ട്. ആഭ്യന്തര വിതരണം മെച്ചപ്പെടുന്നവരെ നിരവധി രാജ്യങ്ങളിൽ നിന്ന് എല്ലാ മാസവും അവിടെ 4 ലക്ഷം മെട്രിക് ടൺ ഗ്യാസോലിൻ ഇറക്കുമതി ചെയ്യാൻ മോസ്കോ പദ്ധതി ഇടുന്നതായി തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നു. ഈ ഒരു വിടവ് നികത്താൻ സഹായിക്കുന്നതിനായി തന്നെ അയൽ രാജ്യമായ ബെലോറസ് ഇതിനോടകം തന്നെ കയറ്റുമതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ജൂൺ ആദ്യ പകുതിയിൽ റഷ്യയിലുള്ള റെയിൽ വഴി ഗ്യാസോലിൻ കയറ്റുമതി മുൻ മാസത്തെ അപേക്ഷിച്ച് ഏകദേശം 3 ഇരട്ടിയായി തന്നെ വർദ്ധിച്ചു. ആ കാലയളവിൽ 70,000 മെട്രിക് ടണ്ണിലധികം ഇത് വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്ധന പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി തന്നെ രാജ്യത്തിന്റെ നികുതി കോഡിൽ വരുത്തുന്ന മാറ്റങ്ങൾ റഷ്യയുടെ പാർലമെന്റ് അംഗീകാരം നൽകി. ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനങ്ങൾക്കുള്ള സബ്സിഡികൾ, ഇന്ത്യയിൽ നിന്നുള്ള ഡെലിവറി ചിലവുകളുമായി ബന്ധപ്പെട്ട ചിലവുകൾ എന്നിവ ഭേദഗതി ഇതിൽ ഉൾപ്പെടുത്തുന്നതായി തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.